ലാലേട്ടൻ്റെ സ്വഭാവവും ലാലേട്ടൻ്റെ ചിന്തകളും വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ലാലേട്ടനെ ഒരു രീതിയിലും ബാധിക്കുന്ന സ്വഭാവക്കാരനല്ല. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും വലുത് വന്നു ചേർന്നാലും ലാലേട്ടൻ അങ്ങനെ ഒരു ചെറിയ ഓളം പോലും ഉണ്ടാക്കാണ്ട് നിൽക്കും. അങ്ങനെ ഒരു വളരെ അനുഗ്രഹീതനായ ഒരു കലാകാരൻ. വ്യക്തിബന്ധം വളരെ വളരെ വിലപ്പെട്ടതുപോലെ തന്നെ നമ്മൾ കാണുന്നതും ഒരുമിച്ച് സഹകരിക്കുമ്പോഴും ഒക്കെ ശരിക്കും എന്നെ സംബന്ധിച്ച് സാറിൻ്റെ അടുത്ത് എത്തുമ്പോഴൊക്കെ വളരെ ഉത്തരവാദിത്വത്തോടെ വളരെ ഒതുക്കത്തോടെയൊക്കെ നിൽക്കാൻ തോന്നും, നിന്നു പോകും. അതങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ അല്ല, കൂട്ടുകാരനല്ല, എനിക്കൊരു സഹോദരനെന്ന് ഒരു അധ്യാപകനോ എന്തൊക്കെയോ ഭയങ്കരമായിട്ട്. പക്ഷെ അത് ആ അകൽച്ചത അദ്ദേഹം മാറ്റിയെടുക്കും. അദ്ദേഹം വിളിച്ച് പെട്ടെന്ന് അടുപ്പിക്കും, ഉമ്മ തരും ഒക്കെ ചെയ്യും. ആൾക്കത് അറിയാമാവും, ചിലപ്പോൾ അറച്ചു നോക്കുവാണ്. നമ്മളിപ്പം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ സർക്കാർ ഇപ്പം കഴിഞ്ഞ ഈയിടയ്ക്കാണ് ഫിലിം കോൺക്ലേവ് നടത്തിയത്. നമ്മുടെ മലയാള സിനിമയുടെ മുന്നേറ്റത്തിലേക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? അതുകൊണ്ട് അതെപ്പോഴും അതൊട്ടും കുറയാൻ പാടില്ലാത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അടിസ്ഥാനപരമായിട്ട് തന്നെ കലകൾ നമ്മുടെ അറിവ് പോലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും അത്തരം കാര്യങ്ങളിൽ നിന്ന് അവർ പിന്നോട്ട് പോകാതിരിക്കേണ്ടതാണെന്ന് തന്നെയാണ്. അപ്പോൾ അത് ഓരോന്നും കാണുമ്പോൾ സന്തോഷമുണ്ട്. അപ്പം അതിന് നിറം വ്യത്യാസമില്ലാതെ തന്നെ ചെയ്യേണ്ടതുണ്ട്. സംസ്കാരത്തിൻ്റെ പുതിയ കുട്ടികളെയും ചെറുപ്പക്കാരെയൊക്കെ ശരിക്കും നമുക്ക് ഈ കലാപരമായിട്ടോ സാംസ്കാരികമായിട്ടോ കൂടുതൽ നമുക്ക് ഏത് കാര്യത്തിനെയും ബോധ്യപ്പെടുത്താൻ പറ്റും. അതിലാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആത്മാർത്ഥത കാണിക്കുന്നത്. അടുത്തതിന് അനന്തൻ കാട് എന്ന് പടം, ഇപ്പോൾ പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു പടം. അതെ അതുണ്ട്. പിന്നെ അതാണ്, അതൊക്കെയാണ്. പിന്നെ പ്രൈവറ്റ് 10-ാം തീയതി പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു പടം റിലീസാവുന്നുണ്ട്. പിന്നെ ആശാൻ, ജോൺ പോൾ ജോർജിന്റെ ആശാൻ, മറ്റേ ഇതൊക്കെ